ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു മാങ്ങ ഒഴിച്ചിട്ടോ ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി നമ്മൾ 3 കുഞ്ഞു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിന് തൊലി ചെത്തി കളയുന്നത് വേണ്ട, കൈ കൊണ്ട് ഇതിനെ പെട്ടെന്ന് പിച്ചി കളാവുന്നതേ ഉള്ളൂ. അതിലോട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കിനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇട്ട് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. മാങ്ങയ്ക്ക് അധികം സമയമൊന്നും വേണ്ട വേവാൻ വേണ്ടി. ഇപ്പോൾ തിളയ്ക്കുന്ന കണ്ടുകൊണ്ട് കല്യാണിയും കേശും കൂടി മാറി മാറി പറയായിരുന്നു, തുള്ളി കളിക്കുന്ന കുഞ്ഞു പുഴു എന്ന്. എന്ത് പറയാനാണ്. ഇതിനുവേണ്ടി നമുക്ക് കൂട്ടരച്ചെടുക്കാം. കുറച്ച് തേങ്ങ, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, ചെറിയ ഉള്ളി നമ്മൾ നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, മാങ്ങ നല്ലപോലെ പഴുത്ത മാങ്ങയാണ്, നല്ലപോലെ വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് കലക്കാം. ഞാൻ കടുക് വറക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കുറച്ച് കടുക് ഇട്ട് കൊടുത്തു, ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തു, കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഒഴിച്ചുവിട്ടാൻ കുറേശ്ശെ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അടിപൊളി മാങ്ങ ഒഴിച്ചുവിട്ടാനായിരുന്നു കേട്ടോ. ഇത് ഇവിടെ ഉള്ളതല്ല, നമ്മൾ മാങ്ങയായിരുന്നു, ഒഴിച്ചുവിട്ടാൻ മാങ്ങയായിരുന്നു. അതുകൊണ്ട് 6 വാങ്ങിയതാണ്. ഇപ്പോൾ കൂട്ടാൻ വയ്ക്കുന്ന സമയത്ത് 3 കിട്ടിയുള്ളൂ. 3 ഇവിടെ ഉള്ളവർ അടിച്ചുകൊണ്ട് പോയതാണ്. കല്യാണിയും കേശും കൂടി അടിച്ചുകൊണ്ട് പോയതാണ്. ഇതിന് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അവർക്ക് ഏതായാലും മാങ്ങ കിട്ടിയാൽ മതി കഴിക്കുക എന്നുള്ള മട്ടാണ്. അപ്പോൾ അടിപൊളി ഒഴിച്ചുവിട്ടാണ് കേട്ടോ. ഒരു പാത്രം ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഓക്കെ.